ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ സ്റ്റുഡൻസ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്ന സിമെൻറ്റിനെ പറ്റിയാണ്. അപ്പോൾ അതിൽ സ്പെഷ്യൽ സിമെൻറ്റ്സിനെ പറ്റി നമ്മൾ പറഞ്ഞിരുന്നു. സോ ടുഡേ വി ഹാവ് ടു ഗോ ത്രൂ ദ സ്പെഷ്യൽ സിമെൻറ്റ്സ്. സോ സ്പെഷ്യൽ സിമെൻറ്റ്സ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞല്ലോ, അത് എന്ത് പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്പെഷ്യൽ സിമെൻറ്റ്സ് ഒരു സ്പെസിഫിക് ഫങ്ഷൻസ് അത് സെർവ് ചെയ്യുന്നു എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ അതിനെ സ്പെഷ്യൽ സിമെൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് സാധാരണ നമ്മളെ കൺസ്ട്രക്ഷൻസിലെല്ലാം നമ്മൾ ഇത് ആഡ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ പലതരം കൺസ്ട്രക്ഷൻസ് ഉണ്ടല്ലോ. നമുക്ക് ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ഉണ്ട്, ഇപ്പോൾ ബ്രിഡ്ജസ് ഉണ്ട്, അതുപോലെ അണ്ടർ വാട്ടർ കൺസ്ട്രക്ഷൻസ് ഉണ്ട്, അതുപോലെ ഒരുപാട് ടൈപ്പ് ഓഫ് കൺസ്ട്രക്ഷൻ അനുസരിച്ച് നമുക്ക് ഈ സിമെൻറ്റിൻ്റെ ക്വാളിറ്റിയിലുമൊക്കെ ചേഞ്ചസ് ഒക്കെ വരുത്തുന്നുണ്ട്. അപ്പോൾ അതിൽ മസ്നറി സിമെൻറ്റ്, ഓയിൽ വെൽ സിമെൻറ്റ്, എക്സ്പാൻഡിങ് സിമെൻറ്റ്, സോറൽ സിമെൻറ്റ്, ട്രൈഫ് സിമെൻറ്റ്, ഹൈ അലുമിന കണ്ടൻറ്റ് സിമെൻറ്റ്, ഇത്രയാണ് നമ്മളിപ്പോൾ ഒരു കാറ്റഗറൈസേഷനിൽ നിന്ന് നമുക്ക് മനസ്സിലായിട്ടുള്ള സ്പെഷ്യൽ ടൈപ്സ്. അതുകൂടാതെ തന്നെ ഞാൻ പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇൻഡസ്ട്രിയലി ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ് സിമെൻറ്റ് എന്ന് പറയുന്നത്. സോ അതിൻ്റെ ഉപയോഗവും അതിൻ്റെ ഉപയോഗിക്കുന്ന അതിൻ്റെ ഏത് സാഹചര്യത്തിലാണ് നമ്മളത് ഉപയോഗിക്കുന്നത് എന്നുള്ളതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ഒരുപാട് മോഡിഫിക്കേഷൻസ് സിമെൻറ്റിന് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് സ്പെഷ്യൽ ടൈപ്സിൽ ഈ പറയുന്ന കാറ്റഗറി അല്ലാതെ തന്നെ അപ്ഡേറ്റഡ് ഒരുപാട് വേറെയും വെർഷൻസൊക്കെ ഉണ്ടാവാം. സോ നമുക്ക് മെയിനായിട്ട് കുറച്ച് ടൈപ്സ് അറിഞ്ഞിരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളിത് ഇപ്പോൾ കൺസിഡർ ചെയ്യുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ ഇതിൽ മസ്നറി സിമെൻറ്റ് എന്ന് പറയുന്നത് ലൈമും നമുക്കറിയാം, നമ്മൾ സാധാരണ നേരത്തെയൊക്കെ നമ്മൾ ഈ സിമെൻറ്റ് ഉപയോഗിക്കുന്നതിന് ചെറിയ ചെറിയ പർപ്പസിലൊക്കെ വേണ്ടിയിട്ട് ലൈമും സാൻഡും ചെറുതായിട്ടൊക്കെ പൂശുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഈ നമ്മൾ വെള്ള പൂശുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ. നമ്മൾ ചെറിയ വൈറ്റ് സിമെൻ്റ് എന്നൊക്കെ പറഞ്ഞ് ചെറിയൊരു ഫോമിലൊക്കെ ചെറിയ ചെറിയ ക്രാക്സ് ഒക്കെ അടയ്ക്കുന്നതിനും അങ്ങനെയൊക്കെ ചെറിയ പർപ്പസിനൊക്കെ നേരത്തെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് നമ്മൾ സിമെൻറ്റ് മിക്സ് ചെയ്യാതെയുള്ള 1-2 കൂട്ടുകളുണ്ട്, മിക്സ്ചേഴ്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെ സാധാരണ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഇപ്പോൾ ചുടുകട്ട വെച്ചിട്ട് നമ്മൾ ബോർഡേഴ്സ് മതിൽ കെട്ടുന്നതാണെങ്കിലും അതിനൊക്കെ നമ്മൾ എപ്പോഴും ഈ സിമെൻറ്റ് ആഡ് ചെയ്തുകൊണ്ടിരുന്നില്ല. പക്ഷേ അതിൻ്റെ സ്ട്രെങ്ത്ത് കൂട്ടുന്നതിന് വേണ്ടിയിട്ടും അത് പെട്ടെന്ന് തന്നെ നമുക്ക് സെറ്റായി കിട്ടുന്നതിന് വേണ്ടിയിട്ടുമൊക്കെ നമ്മൾ ഈ പറയുന്ന നമ്മുടെ സാധാരണ കൂട്ടുകളിലൂടെ ലൈമൊക്കെ ചേർത്ത് നമ്മൾ ഉണ്ടാക്കുന്ന ആ ഒരു മിക്സിൽ നമ്മൾ പോർട്ട്ലാൻഡ് സിമെൻറ്റും കൂടെ മിക്സ് ചെയ്ത് ചേർക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കാറ്റഗറിയാണ് നമ്മൾ മസ്നറി സിമെൻറ്റിൽ പറഞ്ഞിരിക്കുന്നത്. ഇതിനൊക്കെ സ്ട്രെങ്ത് കൂട്ടുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടൈപ്പ് സാദാ സിമെൻറ്റ്. അതുപോലെ ഓയിൽ വെൽ സിമെൻറ്റ് എന്ന് പറയുന്നത് ഓയിൽ വെൽസൊക്കെ ഡ്രില്ല് ചെയ്യുന്ന ഏരിയാസിലൊക്കെ അവിടെ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇപ്പോൾ അതിനൊക്കെ പ്രത്യേകം കൺസ്ട്രക്ഷൻസ് കാണും, ഓയിൽ വെല്ലൊക്കെ ഡ്രില്ല് ചെയ്യുന്നതിനകത്ത്. അപ്പോൾ അതിന് ഈ ടൈപ്പ് സിമെൻ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് യൂസ് ടു ഫിൽ ദ സ്പേസ് ബിറ്റ്വീൻ സ്റ്റീൽ ലൈനിങ് ട്യൂബ് ആൻഡ് ദ വാൾ ഓഫ് ദ വെൽ. അതുപോലെ ഇതിലുള്ള പോറസ് ആയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ ഗ്രൗട്ട് ചെയ്ത് വെക്കാനും ഒക്കെ ഈ ഓയിൽ വെല്ല് സിമെൻറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. അത് പെട്ടെന്ന് ഹാർഡൻ ചെയ്യുന്ന ഒരു ടൈപ്പ് സിമെൻറ്റാണ് ഈ ഓയിൽ വെൽ സിമെൻറ്റ് എന്ന് പറയുന്നത്. ഇറ്റ്സ് എ സ്പെഷ്യൽ ടൈപ്പ് സിമെൻറ്റ്. അതുപോലെ എക്സ്പാൻഡിങ് സിമെൻറ്റ് എന്ന് പറയുന്നത് ഹാർഡൻ ചെയ്യുമ്പോൾ എക്സ്പാൻഡ് ചെയ്യുന്ന ടൈപ്പാണ് എക്സ്പാൻഡിങ് സിമെൻറ്റ്. സാധാരണ യൂഷ്വലി കോൺക്രീറ്റ് എന്ത് ചെയ്യും, ഷ്രിങ്ക് ചെയ്യും. അത് ഹാർഡൻ ചെയ്യുമ്പോൾ ഷ്രിങ്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് എക്സ്പാൻഡിങ് സിമെൻറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ ഷ്രിങ്കിങ് നമുക്കൊരു പരിധി വരെ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. സോ ദാറ്റ് ഈസ് ദ ടൈപ്പ് എക്സ്പാൻഡിങ് സിമെൻറ്റ്. അനദർ ടൈപ്പ് ഈസ് സോറൽ സിമെൻറ്റ്. സോറൽ സിമെൻറ്റ് എന്ന് പറയുന്നത് സ്ട്രോങ് ആയിട്ടുള്ള മഗ്നീഷ്യം ക്ലോറൈഡ് ആഡ് ചെയ്തുകൊണ്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരു ടൈപ്പാണ്. അതിന് ഒരു വിത്തിൻ 3 to 4 hours അത് നല്ല ഹാർഡായിട്ട് സെറ്റ് ചെയ്യും. ഒരു കാൽഷ്യം ക്ലോറൈഡ് നമ്മൾ കൂടുതൽ ആഡ് ചെയ്യുന്നതിനനുസരിച്ച് വേണമെങ്കിൽ ഒരു 1.5% ഒക്കെ കാൽഷ്യം ക്ലോറൈഡ് ആഡ് ചെയ്ത് കൊടുത്താൽ റേറ്റ് ഓഫ് ഹാർഡനിങ് ഇൻക്രീസ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് സോറൽ സിമെൻറ്റിൻ്റെ ഉപയോഗം എന്താണെന്ന് ചോദിച്ചാൽ, സോറൽ സിമെൻറ്റ് ഇറ്റ് ഈസ് ആക്സിലറേറ്റഡ് റേറ്റ് ഓഫ് സെറ്റിംഗ്. അപ്പോൾ കോൾഡ് വെതറിലൊക്കെ പെട്ടെന്ന് സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടൈപ്പ് ഓഫ് സിമെൻറ്റാണ് സോറൽ സിമെൻറ്റ് എന്ന് പറയുന്നത്. മഗ്നീഷ്യം ക്ലോറൈഡ് കാൽസിനേറ്റഡ് മഗ്നീഷ്യ.
സോറൽ സിമെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്ന മെത്തേഡാണ് പറഞ്ഞത്. ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ബൈ ആഡിങ് സ്ട്രോങ് മഗ്നീഷ്യം ക്ലോറൈഡ് ടു ഗ്രൗണ്ട് കാൽസിനേറ്റഡ് മഗ്നീഷ്യ ഫൈൻലി. അപ്പോൾ ഫൈനായിട്ടുള്ള മഗ്നീഷ്യയിൽ കൂടെ സ്ട്രോങ് മഗ്നീഷ്യം ക്ലോറൈഡ് ആഡ് ചെയ്തുകൊണ്ട് ഈ സിമെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. വിത്തിൻ അവേഴ്സ് അത് ഹാർഡ് മാസ്സായിട്ട് സെറ്റ് ചെയ്യുകയും ചെയ്യും. അതൊരു ടൈപ്പ്. ട്രൈഫ് സിമെൻ്റ് എന്ന് പറയുന്നത് ബ്ലാസ്റ്റ് ഫർണസ് സിമെൻറ്റിൻ്റെ അതേ സിമെൻറ്റിനെ തന്നെയാണ് നമ്മൾ ട്രൈഫ് സിമെൻ്റ് എന്ന് പറയുന്നത്. അതിന് എൻ്റെ ഒരു ക്വാളിറ്റി എന്ന് ചോദിച്ചാൽ സ്മോളർ ഷ്രിങ്കേജ് ആൻഡ് സ്മോളർ ഹീറ്റ് ഓഫ് ഇവല്യൂഷൻ വൈൽ സെറ്റിംഗ്. ഇപ്പം നമ്മൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഹീറ്റ് എവല്യൂഷൻ കുറവായിരിക്കും, അതുപോലെ ഷ്രിങ്ക് ചെയ്യുന്നതും കുറവായിരിക്കും ട്രൈഫ് സിമെൻറ്റ്. പിന്നെ ഹൈ അലുമിന സിമെൻറ്റ് ഇത് ഒബ്റ്റെയിൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഒബ്റ്റെയിൻ ബൈ ഫ്യൂസിങ് ലൈം സ്റ്റോൺ ആൻഡ് ബോക്സൈറ്റ് വിത്ത് സ്മോൾ എമൗണ്ട്സ് ഓഫ് സിലിക്കൺ ഓക്സൈഡ് ആൻഡ് ടൈറ്റാനിയം ഓക്സൈഡ് അറ്റ് എ വെരി ഹൈ ടെമ്പറേച്ചർ 1500 to 1600 ഡിഗ്രി ഇൻ എ റൊട്ടേറ്ററി കിൻ. പിന്നെ അതിനെ ഗ്രൈൻഡ് ചെയ്ത് വളരെ ഫൈൻ കണ്ടീഷനിലേക്ക് ആക്കിയെടുക്കുന്നു. അതാണ് ഹൈ അലുമിന സിമെൻറ്റ്. അപ്പോൾ ഇത്രയും ടൈപ്സ് ഓർത്ത് വെച്ചേക്കുക. ഹൈ അലുമിന സിമെൻറ്റിൻ്റെ ഒരു സാമ്പിളിൻ്റെ പിക്ചറാണ് നമ്മളീ കാണുന്നത്. അതിനകത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കമ്പോണൻസ് എന്ന് പറയുന്നത് മോണോ കാൽഷ്യം അലുമിനേറ്റ്സും ട്രൈ കാൽഷ്യം പെൻഡ അലുമിനേറ്റ്, ഡൈകാൽഷ്യം സിലിക്കേറ്റ്, ടെട്രാ കാൽഷ്യം അലുമിനോ ഫെറൈറ്റ്. ഓക്കെ, അപ്പോൾ ദീസ് ആൾ ആർ ദ സ്പെഷ്യൽ ടൈപ്പ് സിമെൻറ്റ്സ് ദാറ്റ് ആർ കോമൺലി യൂസ്ഡ്. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് സിമെൻറ്റിൻ്റെ കാറ്റഗറിയാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇനി നമുക്ക് നമ്മുടെ വേറൊരു മോഡ്യൂളൂടെ ഉണ്ട്. അതിനകത്ത് നമുക്ക് മെത്തേഡ്സ് ആൻഡ് ടൂൾസ് ഓഫ് സയൻസ് ആൻഡ് റിസർച്ച് മെത്തഡോളജിയാണ്. അപ്പോൾ അതിൽ കുറച്ച് കാര്യങ്ങൾ നമുക്ക് അതും കൂടെ ഒന്ന് ആൾട്ടർനേറ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്ത് പോകാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ സിമെൻറ്റ് പഠിക്കുന്നതിനൊപ്പം നമുക്ക് സയൻസിൻ്റെ ബേസിക് അതിൻ്റെ ഐഡിയാസ്, സയൻസ് എമേർജ് ചെയ്യുന്ന ആ ഒരു സിറ്റുവേഷനിലെ പിന്നെ തിയറീസ്, അസംഷൻസ്, ഹൈപ്പോത്തസിസ്, ലോസ്, ഇതൊക്കെ എങ്ങനെയാണ് ഇതിൻ്റെയൊക്കെ ഫോർമുലേഷൻ അല്ലെങ്കിൽ എങ്ങനെയാണ് അത് ഒറിജിനേറ്റ് ചെയ്ത് വന്നു എന്നൊക്കെ ഉള്ളതിനെ പറ്റിയുള്ള ഒരു കൺസെപ്റ്റാണ് നമ്മൾ ആദ്യത്തെ പാരയിൽ പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ എക്സ്പെരിമെൻറ്റേഷൻ പ്രൊസീജിയേഴ്സാണ്. അത് കഴിഞ്ഞിട്ട് റിസർച്ച് മെത്തഡോളജിയാണ്. പിന്നെ നമുക്ക് എഡ്യൂക്കേഷണൽ സോഫ്റ്റ്വെയർസാണ്. അപ്പോൾ അതിൽ ആദ്യത്തെ ബേസിസ് ഫോർ സയൻറ്റിഫിക് ലോസ് ആൻഡ് ഫാക്ച്വൽ ട്രൂത്ത്സ്, ഹൈപ്പോത്തസിസ്, ഒബ്സർവേഷൻസ്, എക്സ്പെരിമെൻ്റൽ പ്രൂഫ്സ്, തിയറീസ് ആൻഡ് ലോസ്. ഇതിൽ നമുക്കിന്ന് പറ്റുന്നത് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ് നിർത്തിയ ടോപ്പിക്കുമായിട്ട് സാമ്യമുള്ള അല്ലെങ്കിൽ കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്കല്ല. നമ്മൾ സിമെൻറ്റിൻ്റെ വെർഷൻസിനെ പറ്റിയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. സോ നൗ വി ആർ ഗോയിങ് ടു സ്റ്റഡി സം ബേസിക് ആസ്പെക്ട്സ് ഇൻ സയൻറ്റിഫിക് methodology or scientific study. So actually scientific method, നമുക്ക് സയൻറ്റിഫിക് മെത്തേഡിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് സയൻസ് എന്ന് പറഞ്ഞാൽ എങ്ങനെ നമുക്കതിനെ ഡിഫൈൻ ചെയ്യാം. സയൻസ് മേ ബി ഡിഫൈൻഡ് ആസ് ദ ഓർഗനൈസ്ഡ് നോളജ് വിച്ച് ഹെൽപ്സ് ഇൻ അണ്ടർസ്റ്റാൻഡിങ് ഫാക്ട്സ് ഓഫ് ഹ്യൂമൻ എക്സ്പീരിയൻസ് ആസ് വെൽ ആസ് ടു ബി അക്വൈൻറ്റഡ് വിത്ത് നേച്ചർ. അപ്പോൾ ഇത് കാണാതെ പഠിക്കാനൊന്നും ഉള്ളതല്ല, പക്ഷേ നമ്മൾ സയൻസിൻ്റെ ഒരു ഡെഫിനിഷൻ, സപ്പോസ് നമുക്ക് എന്തെങ്കിലും അതിനെപ്പറ്റി കുറച്ച് ചെറിയൊരു ഷോർട്ട് എസ്സേ പോലെ എഴുതേണ്ടി വന്നാൽ നമുക്കതിനകത്ത് എഴുതാൻ പറ്റുന്ന കാര്യങ്ങളാണ്, ഇൻ കേസ് നമുക്ക് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യേണ്ടി വന്നാൽ. സോ സയൻസ് മേ ബി ഡിഫൈൻഡ് ആസ് ദ ഓർഗനൈസ്ഡ് നോളജ് വിച്ച് ഹെൽപ്സ്, അതൊരു ഓർഗനൈസ്ഡ് നോളജാണ്, വിച്ച് ഹെൽപ്സ് ഇൻ അണ്ടർസ്റ്റാൻഡിങ് ഫാക്ട്സ് ഓഫ് ഹ്യൂമൻ എക്സ്പീരിയൻസ്. എപ്പോഴും സയൻസ് എന്ന് പറയുന്നതിൻ്റെ ബേസ് എന്ന് പറയുന്നത് നമ്മുടെ എക്സ്പീരിയൻസസ് ആൻഡ് ഒബ്സർവേഷൻസ് ആണെന്ന് നമുക്കറിയാം. നമ്മൾ നേച്ചറുമായിട്ട് ഉള്ള നമ്മുടെ പഠനവും നേച്ചറുമായി ചേർന്ന് പ്രകൃതിയിൽ നിന്ന് നമ്മൾ പഠിക്കുന്നതും അതിൽ നിന്ന് ഒബ്സർവ് ചെയ്യുന്നതും അതിൽ നിന്ന് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നതുമായ നമ്മുടെ ഒരു ഓർഗനൈസ് ചെയ്ത് നമ്മൾ അതിൽ നിന്നും ഓർഗനൈസ് ചെയ്തെടുത്ത ഒരു പാക്കറ്റ് ഓഫ് നോളജിനെയാണ് നമ്മൾ സയൻസ് എന്ന് അതിന് പാക്കറ്റ് നമുക്ക് പറയാൻ പറ്റില്ല. സയൻസ് എന്ന് പറയുന്നത് അത്ര വലിയൊരു ബ്രാഞ്ചാണ്. സോ ദാറ്റ് ഈസ് ദ ഓർഗനൈസ്ഡ് നോളജ് എന്ന് തന്നെ നമുക്കതിനെ വിശേഷിപ്പിക്കേണ്ടി വരും.
സോ ദ അൾട്ടിമേറ്റ് പർപ്പസ് ഓഫ് സയൻസ് എന്ന് പറയുന്നത് ഈസ് ടു അണ്ടർസ്റ്റാൻഡ് ദ നേച്ചർ ആൻഡ് ഇറ്റ്സ് വർക്കിംഗ്സ് ത്രൂ നാച്ചുറൽ ഫിനോമിന ഓർ ത്രൂ എക്സ്പെരിമെൻറ്റ്സ് that tries to stimulate natural processes under controlled conditions. സോ ആപ്ലിക്കേഷൻ സൈഡിനെയാണ് നമ്മളെപ്പോഴും ടെക്നോളജി എന്ന് പറയുന്നത്. സയൻസ് നമ്മൾ പഠിക്കുന്നുവെങ്കിലും ദാറ്റ് വെൻ വി അപ്ലൈ ഇറ്റ് ഈസ് കോൾഡ് ടെക്നോളജി. ഇറ്റ് റെവല്യൂഷനൈസ് ഹ്യൂമൻ ഡിസ്പെയർ ബൈ കൺട്രോളിംഗ് ദ ഡിസ്ട്രക്റ്റീവ് ഫോഴ്സസ് ഓഫ് നേച്ചർ ലൈക്ക് ഡെഡ്ലി ഡിസീസസ്, സ്റ്റാർവേഷൻ ആൻഡ് അതർ ഡിസാസ്റ്റേഴ്സ്. അപ്പം നമുക്ക് മിക്കവാറും നമ്മുടെ ടെക്നോളജി എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു പർപ്പസിന് വേണ്ടിയിട്ടൊക്കെയാണ് നമ്മളതിനെ എന്ത് ചെയ്തെടുക്കുന്നത്, നമ്മളതിനെ പ്ലാൻ ചെയ്ത് ടെക്നോളജീസ് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചാൽ ഈ തരത്തിൽ നമുക്ക് ഡിസാസ്റ്റേഴ്സിനെയൊക്കെ ഡിസ്ട്രക്റ്റീവ് ഫോഴ്സസിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വി യൂസ് സയൻസ് ആസ് ടെക്നോളജി. ദ സയൻസ് ഇൻ ടോട്ടൽ ഇറ്റ് എയിംസ് അറ്റ് ദ ഇംപ്രൂവ്മെൻറ്റ് ഓഫ് ഹ്യൂമൻ കണ്ടീഷൻസ്. അല്ലേ, സയൻസ് എന്ന് പറയുന്നത് എപ്പോഴും ഹ്യൂമൻ കണ്ടീഷൻസിനെ നമ്മൾ വേഴ്സ് ആക്കാനല്ല ബെറ്റർ ആക്കാൻ വേണ്ടി, ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എപ്പോഴും നമ്മൾ സയൻസിനെ നമ്മൾ ഉപയോഗിക്കുന്നത്. സോ സയൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മളെല്ലാം സയൻസ് സ്റ്റുഡൻസ് ആണ്. അപ്പോൾ സയൻസ് എന്തൊക്കെ തരത്തിലാണ് നമ്മൾ സയൻസിനെ മനസ്സിലാക്കേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു ബേസിക് ഐഡിയയാണ് നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞു വെച്ചത്. സോ നെക്സ്റ്റ് സയൻറ്റിഫിക് മെത്തേഡ് എന്ന് പറയുന്നത് വിച്ച് റെഫേഴ്സ് ടു എ ബോഡി ഓഫ് ടെക്നിക് ഫോർ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഫിനോമിന, അക്വയറിംഗ് നോളജ് ഓർ കറക്റ്റിംഗ് ആൻഡ് ഇൻ്റഗ്രേറ്റിംഗ് പ്രീവിയസ് നോളജ്. സോ ഇറ്റ് റെഫേഴ്സ് ടു എ ബോഡി ഓഫ് ടെക്നിക് ഫോർ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഫിനോമിന, അക്വയറിംഗ് നോളജ് അക്വയർ ചെയ്യുന്നതിന് വേണ്ടിയോ, ഓർ കറക്റ്റിംഗ് ആൻഡ് ഇൻ്റഗ്രേറ്റിംഗ് പ്രീവിയസ് നോളജ്, നേരത്തെ ഉണ്ടായിരുന്ന നോളജിനെ കറക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയോ നമുക്ക് അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്തെടുക്കുന്നതിനോ ഒക്കെ നമുക്ക് സയൻറ്റിഫിക് മെത്തേഡ് എന്ന് പറയാം. നേരത്തെ ഉള്ള ഒരു അറിവിനെ പറ്റി നമ്മൾ കൂടുതൽ അതിനെ പഠിക്കുകയും അതിനെ കറക്റ്റുകയും ചെയ്യുന്നതോ അല്ലെങ്കിൽ പുതിയൊരു വിവരം ശേഖരിക്കുന്നതോ ഇതെല്ലാം സയൻറ്റിഫിക് മെത്തേഡ്സിൽ വരുന്നതാണ്. സോ ദിസ് ന്യൂ അപ്രോച്ച് ബിഗിൻസ് ഡ്യൂറിങ് ദ 16th. ഈ പറയുന്ന രീതിയിൽ സയൻസിന് പല അപ്രോച്ചസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിലൊരു വളരെ പഴയ ഒരു രീതിയല്ല, 16th അല്ലെങ്കിൽ 17th സെഞ്ച്വറിയിലാണ് നമുക്ക് ഇങ്ങനെ ഒരു അപ്രോച്ച് സയൻറ്റിഫിക് മെത്തേഡിന് നമ്മൾ അതിന് ഒരു ഇങ്ങനൊരു തീം അല്ലെങ്കിൽ ഇങ്ങനൊരു ഐഡിയ അതിന് കൊടുത്തു വന്നത്. അപ്പോൾ അതിൽ ഫ്രാൻസിസ് ബെക്കൺ എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് ഫിലോസഫറിനെ പറ്റി പറയുന്നുണ്ട്. അദ്ദേഹം ഒരു ഫിലോസഫർ ആൻഡ് ഒരു സയൻറ്റിസ്റ്റാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സയൻറ്റിഫിക് കൺസെപ്റ്റ് നമുക്ക് തന്നത് ഇദ്ദേഹമാണ്. ഇപ്പോൾ ബെക്കണിനെ നമ്മൾ ഫാദർ ഓഫ് എംപിരിസിസം എന്ന് വിളിക്കാറുണ്ട്. ഹിസ് വർക്ക്സ് എസ്റ്റാബ്ലിഷ്ഡ് ആൻഡ് പോപ്പുലറൈസ്ഡ് ഇൻഡക്റ്റീവ് മെത്തഡോളജീസ് ഫോർ സയൻറ്റിഫിക് ഇൻക്വയറി. ഇൻഡക്റ്റീവ് ആൻഡ് ഡിഡക്റ്റീവ് മെത്തേഡ്സ് ആർ ദെയർ. എന്താണെന്ന് നിങ്ങൾക്കറിയോ ഇൻഡക്റ്റീവ് ആൻഡ് ഡിഡക്റ്റീവ് മെത്തേഡ്സ്? ഇൻഡക്റ്റീവ് മെത്തേഡും ഡിഡക്റ്റീവ് മെത്തേഡും രണ്ട് ആസ്പെക്റ്റുകളാണ് നമ്മളൊരു കാര്യം സ്റ്റഡി ചെയ്യുന്നതിൽ. അപ്പോൾ എക്സാമ്പിൾസ് പഠിച്ചിട്ട് നമ്മൾ കൂടുതൽ വലിയ പ്രോബ്ലത്തിലേക്ക് അല്ലെങ്കിൽ എക്സാക്ട് പ്രോബ്ലത്തിലേക്ക് പോകുന്ന രീതിയാണ് നമ്മൾ ഇൻഡക്റ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത്. പക്ഷേ പ്രോബ്ലം മീൻസ് കുഴപ്പത്തിലേക്ക് പോകാമെന്നല്ല, നമ്മുടെ ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ നമ്മൾ വലിയ കാര്യങ്ങളിലേക്ക് എത്തിച്ചേരുന്ന ഒരു രീതിയാണ് ഇൻഡക്റ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത്. പക്ഷേ ഡിഡക്റ്റീവ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്കൊരു ലോ ഉണ്ടെങ്കിൽ ആ ലോയെ ആ ലോ എന്ന് പറയുന്നത് നമുക്ക് ഒരു ഫൈനൽ വേർഡാണ്. അതിൽ നിന്ന് നമ്മൾ തിരിച്ച് ആ ലോ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിൻ്റെ താഴേക്ക് വരുന്ന പാർട്ടിലേക്ക് നമ്മൾ എത്തി നോക്കുമ്പോൾ അതിനെ നമ്മൾ ഡിഡക്റ്റീവ് മെത്തേഡ് എന്ന് പറയും. അതായത് ഒരു ബിഗ് ടു സ്മോൾ അപ്രോച്ചാണ് ഡിഡക്റ്റീവ് മെത്തേഡ്. അപ്പോൾ തിരിച്ച് ഇൻഡക്റ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റേത് ഇപ്പോൾ ഒരു കുറച്ച് എസ്റ്റാബ്ലിഷ്ഡ് ആയ ഒന്നിൽ നിന്ന് നമ്മൾ ചെറുതിലേക്ക് പഠിച്ചെത്തുന്ന രീതിയാണ് ഡിഡക്റ്റീവ് മെത്തേഡ്. അതേസമയം ചെറുതിൽ നിന്നും വലുതിലേക്ക് നമ്മൾ പഠിച്ചു പോകുന്ന രീതിയാണ് ഇൻഡക്റ്റീവ് മെത്തേഡ്. അപ്പോൾ ഇൻഡക്റ്റീവ് മെത്തേഡ് അത്ര സുഖകരമായ ഒരു മെത്തേഡ് ആയിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ഐസക് ന്യൂട്ടനും ഒക്കെ ഗലീലിയോ ഒക്കെ വന്നപ്പോഴാണ് ഇൻഡക്റ്റീവും ഡിഡക്റ്റീവ് മെത്തേഡ്സും കൂടെ കമ്പൈൻ ചെയ്തുകൊണ്ട് നമുക്ക് ഇപ്പോഴത്തെ ഒരു മോഡേൺ റിസർച്ച് സയൻറ്റിഫിക് റിസർച്ചിലോട്ടൊക്കെ വന്നത്. സോ to be termed scientific, a method of inquiry must be based on gathering observations and computable evidence
സബ്ജക്റ്റ് ടു സ്പെസിഫിക് പ്രിൻസിപ്പിൾസ് ഓഫ് റീസണിങ്. നമുക്ക് ഇപ്പോൾ പറയുന്നതൊക്കെ തിയറട്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മൾ സയൻസിനെ നമ്മൾ ഇന്നതാണ് എന്ന് പറയുകയാണ്, സയൻറ്റിഫിക് ആണ്, ടേം സയൻറ്റിഫിക് അല്ലെങ്കിൽ സയൻസ് എന്ന് പറയുന്നതിന് നമ്മൾ കൊടുക്കുന്ന എന്താണ് മീനിങ്സ് ആണ് നമ്മൾ ഈ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതൊരു സയൻറ്റിഫിക് മെത്തേഡ് എന്ന് പറയുന്നത് ഒരു റെസിപ്പി അല്ല. ഇറ്റ് റിക്വയർസ് ഇൻ്റലിജൻസ്, ഇമാജിനേഷൻ, ക്രിയേറ്റിവിറ്റി, ഇതെല്ലാം കൂടി ചേരുമ്പോഴേ നമുക്ക് അത് എക്സാക്റ്റ് ആയിട്ടൊരു മെത്തേഡായിട്ട് മാറുള്ളൂ. അത് അങ്ങനെ പറയുമ്പോൾ അതൊരു മൈൻഡ്ലെസ് സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്സോ പ്രൊസീജിയേഴ്സോ അല്ല. റാദർ ആൻ ഓൺഗോയിങ് സൈക്കിൾ കോൺസ്റ്റൻ്റ്ലി ഡെവലപ്പിംഗ് മോർ യൂസ്ഫുൾ, ആക്യുറേറ്റ് ആൻഡ് കോംപ്രിഹെൻസീവ് മോഡൽസ് ആൻഡ് മെത്തേഡ്സ്. എപ്പോഴും റിവൈസ്ഡ് ആയിക്കൊണ്ടിരിക്കുന്ന, എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുന്ന, എപ്പോഴും കറക്ഷൻസ് വേണ്ടി വരുന്ന ഒരു പാത്വേ തന്നെയാണ് നമ്മുടെ സയൻറ്റിഫിക് പാത്വേ എന്ന് പറയുന്നത്. അതൊരു ഫിക്സഡ് ആയിട്ടുള്ളത് മീൻസ് നമുക്കറിയാം, നമുക്ക് പണ്ട് തൊട്ടേ ഉള്ള പല തിയറീസും പിന്നീട് ക്വസ്റ്റ്യൻ ചെയ്യാറുണ്ട്, പിന്നെ അതിനെ റിവൈസ് ചെയ്യാറുണ്ട്. അതുപോലെ ലോസ് വരുമ്പോൾ അതിന് നിങ്ങൾക്ക് തന്നെ അറിയാം, നമ്മൾ പല പല തിയറീസ്, ബോർ തിയറി പഠിക്കുന്നുണ്ട്, ഫെയിലുവേഴ്സ് പഠിക്കുന്നുണ്ട് അല്ലേ. സോ സയൻസ് എന്ന് പറയുമ്പോൾ ഒരു പർട്ടിക്കുലർ ഒബ്സർവേഷനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു സയൻറ്റിസ്റ്റിൻ്റെ കാഴ്ചപ്പാടിൽ ഇതുപോലുള്ള ഒരുപാട് അനേകം തീസിസ് മീൻസ് തിയറീസും ലോസും ഒക്കെ വരും, അല്ലെങ്കിൽ കൺക്ലൂഷൻസ് ഉണ്ടാവും. സോ ഓൾവേസ് ദീസ് ഫാക്ട്സ് ആർ ക്വസ്റ്റ്യനബിൾ, അതെല്ലാം ചോദ്യം ചെയ്യപ്പെടാറുണ്ട്. അപ്പോൾ നമുക്ക് അതിൽ നിന്നുമാണ് നമുക്ക് പുതിയ പുതിയ പാത്വേസ് എപ്പോഴും തുറന്നു കിട്ടുന്നത്. അത് തന്നെയാണ് നമ്മുടെ സയൻറ്റിഫിക് മെത്തഡോളജി അല്ലെങ്കിൽ സയൻറ്റിഫിക് മെത്തേഡ് ഓഫ് സ്റ്റഡി എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. So, scientific methodology recommends a systematic technique to study the innumerable natural phenomena. അങ്ങനെയും നമുക്ക് പറയാം. നാച്ചുറലാണല്ലോ മിക്ക എല്ലാ ഫിനോമിനാസ്, നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന ഫിനോമിനാസൊക്കെ നാച്ചുറലി ഒക്കറിങ് ആണ്. അതിനെയെല്ലാം നമ്മൾ സിസ്റ്റമാറ്റിക്കായിട്ട് എന്ത് ചെയ്യുകയാണ്, നമ്മൾ ഒബ്സർവ് ചെയ്യുകയാണ്, അതിനെ സ്റ്റഡി ചെയ്യുകയാണ്. ഇതെല്ലാം പഠിക്കുന്നതിന് സയൻറ്റിഫിക് മെത്തഡോളജി റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. സോ സയൻസ് എന്ന് പറയുന്നത് ആക്ടിവിറ്റി വിച്ച് ഈസ് സപ്പോർട്ടഡ് ബൈ സയൻറ്റിഫിക് മെത്തഡോളജി. അപ്പോൾ സയൻസ് എന്ന് പറയുന്നത് ഒരു ആക്ടിവിറ്റി ആണെന്ന് വേണമെങ്കിൽ പറയാം, വിച്ച് ഈസ് സപ്പോർട്ടഡ് ബൈ സയൻറ്റിഫിക് മെത്തഡോളജി. അപ്പോൾ അതിൽ നമുക്ക് സയൻസിൽ യൂസ് ചെയ്യുന്ന പല ടേംസും മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യപ്പെട്ടു പോകുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. സോ നമുക്ക് ചില ടേംസ് നമുക്ക് അതിനകത്ത് സയൻറ്റിഫിക് ലോ എന്താണ്, ഹൈപ്പോത്തസിസ് എന്താണ്, തിയറി എന്താണ്, ഇതൊക്കെ ഇൻ ഡീറ്റെയിൽ നമുക്ക് ഡിസ്കസ് ചെയ്ത് പോകേണ്ട കാര്യങ്ങളാണ്. സോ ലോസ് ഓഫ് സയൻസ്. ലോസ് ഓഫ് സയൻസ് എന്താണെന്ന് നോക്കാം. ഒരു സയൻറ്റിഫിക് ലോ എന്താണെന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് എ കണ്ടൻസ്ഡ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ഒബ്സർവേഷൻസ്. A law is stated based on the regularities noticed on large number of data. A scientific law can also be expressed as generally accepted statement of fact describing a change of state or any process. These laws are simple and are similar to mathematical postulates and can be expressed in terms of a single mathematical equation. സോ ലോസ് എന്ന് പറയുന്നത് നമുക്ക് വളരെ സിമ്പിളായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. സോ ബോയിൽസ് ലോ എന്ന് പറയുന്നത് നമുക്ക് വളരെ സിമ്പിളൊരു ഡെഫിനിഷനാണ്. ഡെഫിനിഷൻ അല്ല, അതിൻ്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്, സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്, ഇൻ കേസ് ഓഫ് ഗ്യാസസ് അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ആസ് പ്രഷർ ഇൻക്രീസസ് വോളിയം ഡിക്രീസസ്. വെരി സിമ്പിളായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. പക്ഷേ നമുക്കറിയാം അതിൻ്റെ ആപ്ലിക്കേഷൻസ് എന്തുമാത്രം വലുതാണെന്ന് നമുക്കറിയാം. അതുപോലെ ഒരു ലോ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു, ഇറ്റ് ഈസ് എ കണ്ടൻസ്ഡ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ഒബ്സർവേഷൻസ്. ഇറ്റ് ഈസ് based on regularities noticed on large number of data. അപ്പോൾ ലോ പറയണമെങ്കിൽ നമുക്ക് ഒരേ കണക്ക് നമുക്ക് റെപ്പറ്റീഷൻസ് ഒരുപാട് ഡേറ്റയിൽ നമ്മളിത് വർക്കൗട്ട് ചെയ്യുമ്പോഴും ഒബ്സർവ് ചെയ്യുമ്പോഴും വി ഷുഡ് ഗെറ്റ് സിമിലർ റിസൾട്ട്സ്. ഒരേപോലെ റിസൾട്ട് കിട്ടുകയാണെങ്കിൽ മാത്രമേ നമുക്ക് വി ക്യാൻ മേക്ക് എ ജനറലൈസ്ഡ് ലോ ഫോർ ദ ഡേറ്റ. ആ ഡേറ്റയ്ക്ക് നമുക്കൊരു ജനറലൈസ്ഡ് ആയിട്ടുള്ളൊരു ലോ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇറ്റ് ഈസ് ഓൾവേസ് ഒബ്സർവ് ടു ബി ട്രൂ ദാറ്റ് ഇൻക്രീസ് ഇൻ പ്രഷർ റെഡ്യൂസ് ദ വോളിയം ഓഫ് ഗ്യാസ്. നമുക്കൊരു സാധാരണ ഒബ്സർവേഷനിൽ പോലും മനസ്സിലാകുന്ന കാര്യമാണ്. നോ കോംപ്ലക്സ് എക്സ്റ്റേണൽ പ്രൂഫ് ഈസ് റിക്വയർഡ് ടു വെരിഫൈ ദ സ്റ്റേറ്റ്മെൻറ്റ് അല്ലേ. എപ്പോഴും നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന ഒരു കാര്യമാണെങ്കിൽ കൂടിയും അതിന് ഒരു ഏത്
രീതിയിൽ നമ്മളിതിനെ നോക്കിയാലും നമുക്ക് ഇങ്ങനെ ഒരു ജനറൽ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് എത്താൻ കഴിയണമെങ്കിൽ നമ്മൾ അത്രയേറെ ഒബ്സർവ് ചെയ്തെങ്കിൽ മാത്രമേ we can state such a type of law. Another example is the law of conservation of mass, which states that matter can neither be created nor be destroyed, or during the course of a reaction, total mass of the reactants is equal to total mass of the products. അപ്പോൾ ഇങ്ങനെ ഒരു ലോയിലേക്ക് എത്തിച്ചേരണമെങ്കിൽ ലവോസിയർ എക്സ്പെരിമെൻറ്റ്സ് കണ്ടക്ട് ചെയ്യുന്നുണ്ട് കൺട്രോൾഡ് കണ്ടീഷൻസിൽ. Mass of chemicals before and after chemical reactions were determined. Analysis of measured data indicated no change in mass of systems. അപ്പോൾ അങ്ങനെ ഒരു ഒബ്സർവേഷൻ്റെ ബേസിലാണ് ലവോസിയർ അറൈവ്ഡ് അറ്റ് ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. ഇത് എന്തുമാത്രം ആപ്ലിക്കേഷനുള്ള ലോയാണ്. അപ്പോൾ ലോസ് എന്ന് പറയുന്നത് എങ്ങനെയാണ് വരുന്നത്? എപ്പോഴും അതിനൊരു എക്സ്പെരിമെൻ്റൽ പ്രൂഫ് അതിൻ്റെ കൂടെ ഉണ്ടാവണം. എക്സ്പെരിമെൻ്റൽ പ്രൂഫ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു ലോ സ്റ്റേറ്റ് ചെയ്താൽ നമുക്കതിനെ എന്ത് ചെയ്യാൻ പറ്റൂ? അതിനെ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റൂ. വിത്ത് എവിഡൻസ് ഓർ വിത്ത് സോളിഡ് പ്രൂഫ്സ് ഓൺലി ലോസ് ക്യാൻ ബി സ്റ്റേറ്റഡ്. ലോസ് അങ്ങനെയാണ് എപ്പോഴും ലോസ് ഒറിജിൻ ചെയ്യുന്നത്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി ഇൻ തെർമോഡൈനാമിക്സ് ഈസ് സെറ്റ് അനദർ എക്സാമ്പിൾ ഓഫ് സയൻറ്റിഫിക് ലോ. അപ്പോൾ ഇതെല്ലാം നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. ഇതിൻ്റെ എക്സാമ്പിൾസ് കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വായിച്ച് നോക്കാമെന്നുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഞാനിപ്പോൾ പറഞ്ഞു പോകുമ്പോൾ നിങ്ങൾക്കൊരു ഐഡിയയോടുകൂടി ഇത് വായിക്കാം. നിങ്ങളുടെ പഴയ സിലബസിലുള്ള മെത്തേഡ്സ് ആൻഡ് ടൂൾസ് ഓഫ് സയൻസിലും അതിൻ്റെ കൂടെ എക്സ്പെരിമെൻറ്റേഷൻ ഇൻ സയൻസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കുമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൽ കൺസോളിഡേറ്റ് ചെയ്തിരുന്ന കുറേ അധികം പോയിൻറ്റ്സാണ് ഞാനിപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു പുതിയ ടെക്സ്റ്റ് ഇപ്പോൾ പ്രിൻ്റബിൾ ഫോമിലായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. നമുക്ക് ഈ പറയുന്ന പോയിൻറ്റുകൾ ചേർത്തുകൊണ്ട് തന്നെയാണ് നമുക്കിപ്പോൾ പറയുന്ന സിലബസിനകത്തെ കാര്യങ്ങളും ഏതാണ്ട് ഒരു 50% പറഞ്ഞിരിക്കുന്നത്. കുറച്ച് പുതിയ കാര്യങ്ങളും കൂടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇത് തന്നെ നമുക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ പേജസ് ഞാൻ ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾക്കത് നോട്ട്സ് പ്രിപ്പയർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് അടുത്ത ടെക്സ്റ്റ് അവൈലബിൾ ആകുമ്പോൾ നിങ്ങൾക്ക് ടെക്സ്റ്റിൽ നിന്നും കൂടെയുള്ള ഡേറ്റ നിങ്ങൾക്ക് കോപ്പി ചെയ്യാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നമുക്ക് ഹൈപ്പോത്തസിസ് എന്താണ് എന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കേണ്ടതുണ്ട്. അപ്പോൾ ഹൈപ്പോത്തസിസ് എന്താണെന്ന് നമ്മൾ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്ന ടേം നമുക്കത് നെഗ്ലക്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു ടേമല്ല. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിങ്ങൾ ഒരുപാട് ഹൈപ്പോത്തസിസുകൾ കേട്ടിട്ടുണ്ടാവണം. എന്താണെന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചിട്ടില്ലെങ്കിലും പല ടൈപ്പ് ഹൈപ്പോത്തസിസ് നിങ്ങൾ ഹൈപ്പോത്തസിസ് എന്നുള്ള വേർഡെങ്കിലും അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കും. ബിഫോർ ഗോയിങ് ടു ദ ഹൈപ്പോത്തസിസ് ഇൻ ഡീറ്റെയിൽ we have to go through the terms postulates and assumptions. Postulates are the working beliefs of scientific activity. അത് വർക്കിംഗ് ബിലീഫ്സ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഏരിയയിൽ നമ്മൾ സ്റ്റഡി ചെയ്യുകയാണ്, വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവിടെ വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ചില മിനിമം അറിവുകൾ നമ്മൾ അതിനെപ്പറ്റി ശേഖരിക്കണം. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ഏരിയ നമ്മൾ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് പോവുകയാണ്. അപ്പോൾ നമ്മൾ ആ സ്ഥലത്തിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ നേരത്തെ കൂട്ടി നമ്മൾ ആ സ്ഥലം ഇന്ന രീതിയിലുള്ളൊരു സ്ഥലമാണ്, അല്ലെങ്കിൽ അവിടുത്തെ മണ്ണിങ്ങനെയാണ്, അവിടുത്തെ കാലാവസ്ഥ ഇങ്ങനെയാണെന്ന് പറയുന്നത് പോലെ നമ്മൾ ഏതെങ്കിലും ഒരു ഏരിയ ഏരിയ നമ്മൾ റിസർച്ചിന് വേണ്ടി സെലക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ ഡീപ്പ് സ്റ്റഡിക്ക് വേണ്ടി സെലക്ട് ചെയ്യുമ്പോൾ കുറച്ച് വർക്കിംഗ് ബിലീഫ്സ് നമുക്ക് അവിടെ വർക്ക് ചെയ്യാൻ വേണ്ടുന്ന, അല്ലെങ്കിൽ അതിനെ ബേസ് ചെയ്തുകൊണ്ട് അതിന് നേരത്തെ കൂട്ടി നമുക്ക് മുൻകൂർ നമുക്ക് കൊടുക്കാൻ കഴിയുന്ന കുറച്ച് കാര്യങ്ങളെയാണ് നമ്മൾ ഈ പോസ്റ്റുലേറ്റ്സ് എന്ന് പറയുന്നത്. These are universally accepted and their face value and supports future research activities. അതിൻ്റെ മുൻപോട്ടുള്ള ഫ്യൂച്ചർ ആക്ടിവിറ്റീസിനെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലായിരിക്കും ഈ പോസ്റ്റുലേറ്റ്സ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ക്വാണ്ടം മെക്കാനിക്സ് പോസ്റ്റുലേറ്റ്സ് നിങ്ങളത് പഠിച്ചു തുടങ്ങിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്നാൽ ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറയുന്ന വലിയൊരു ബ്രാഞ്ച് ഓഫ് സയൻസിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റുകളാണ് നമ്മൾ ക്വാണ്ടം മെക്കാനിക്സിൻ്റെ പോസ്റ്റുലേറ്റ്സിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വിത്തൗട്ട് ദാറ്റ് പോസ്റ്റുലേറ്റ്സ് വി കാൻ സ്റ്റഡി ഈവൻ ദ ക്വാണ്ടം മെക്കാനിക്സ്. അതുകൊണ്ട് നമുക്ക് പോസ്റ്റുലേറ്റ്സ് എന്ന് പറയുന്നത് ദാറ്റ് മച്ച് ഇമ്പോർട്ടൻറ്റ് നമ്മൾ കൊടുക്കുന്നത്. ഇറ്റ് ഈസ് ദ വർക്കിംഗ് ബിലീഫ്സ് ഓഫ് ദ സയൻറ്റിഫിക് ആക്ടിവിറ്റി. വി ട്രസ്റ്റ് ദീസ് പോയിൻറ്റ്സ് ആൻഡ് ലീസ്റ്റ് കൺസേൺഡ് അബൌട്ട് ദെയർ ഒറിജിൻ. അതെങ്ങനെ വന്നു എന്ന് നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. അത് ലോട്ട് ഓഫ് വളരെ വലിയൊരു ബിഗ് റിസർച്ച് അല്ലെങ്കിൽ സ്റ്റഡിയുടെ ഭാഗമായിട്ടായിരിക്കും ഈ പോസ്റ്റുലേറ്റ്സ് എന്ന് പറയുന്ന സംഭവം വന്നിട്ടുണ്ടാവുക. അതിൻ്റെ ഒറിജിനെ പറ്റി നമ്മൾ ബോധർ ചെയ്യേണ്ട
അത് ആക്ച്വലി നമുക്ക് വിശ്വസിക്കാൻ കൊള്ളാവുന്ന കുറച്ച് ഫാക്ട്സ് മാത്രമാണ് നമ്മുടെ പോസ്റ്റ്ലേറ്റ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് അസംഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം. അസംഷൻ ഹെൽപ്സ് ടു സിംപ്ലിഫൈ എ സയൻറ്റിഫിക് പ്രോബ്ലം ബൈ പുട്ടിംഗ് സർട്ടൻ റെസ്ട്രിക്ഷൻസ് ഓർ ലിമിറ്റ്സ്. ഇറ്റ് സിംപ്ലി എൻഹാൻസ് ദ പ്രോഗ്രസ് ഓഫ് എ പെർട്ടിക്കുലർ ഇഷ്യൂ. അപ്പം നമുക്ക് അസംഷൻസ് നമുക്കറിയാം. നമ്മളൊരു തിയറി പറയുമ്പോൾ നമ്മൾ പറയും ഇന്ന രീതിയിൽ നമ്മൾ ചില കാര്യങ്ങൾ അവിടെ അസ്യൂം ചെയ്യുകയാണ്. ലെറ്റ് us assume ലൈക്ക് ദാറ്റ്. അങ്ങനെയുള്ള ഒരു അസംഷൻ്റെ ബേസിൽ മാത്രമാണ് നമുക്ക് ആ പ്രോബ്ലത്തിനെ കൂടുതൽ ഈസി ആയിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുക. സിംപ്ലിഫൈ എ സയൻറ്റിഫിക് പ്രോബ്ലം ബൈ പുട്ടിംഗ് സർട്ടൻ റെസ്ട്രിക്ഷൻസ് ഓർ ലിമിറ്റ്സ്. ഇറ്റ് എൻഹാൻസ് ദ പ്രോഗ്രസ് ഓഫ് എ പർട്ടിക്കുലർ ഇഷ്യൂ. അപ്പോൾ നമുക്ക് എക്സാമ്പിൾ പറയുന്നുണ്ട്. കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ് നമ്മൾ അതിൻ്റെ മാത്തമാറ്റിക്കലായിട്ടുള്ള ടേംസ് എല്ലാം നമ്മൾ പഠിക്കുമ്പോൾ there are some assumptions for kinetic theory of gases. നിങ്ങൾ ഫിസിക്സിൽ ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാവും ഒരു പക്ഷേ. that molar volume of gas is negligible compared to the volume of the container in which that gas is present. ഇങ്ങനെ നിങ്ങൾ പഠിക്കുമ്പോൾ ആക്ച്വലി മോളാർ വോളിയംസ് നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല. ദാറ്റ് മീൻസ് നമ്മളവിടെ ഡീവിയേഷൻസ് നമ്മൾ ഐഡിയലും നോൺ ഐഡിയലും ഒക്കെ പഠിക്കുമ്പോൾ നിങ്ങൾക്കറിയാം അല്ലേ, നമ്മൾ അസംഷൻസ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മളെ ഹെൽപ്പ് ചെയ്യും ഈസി ആയിട്ട് ഒരു പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യുന്നതിന്. പക്ഷേ അവിടുത്തെ റിയൽ സിറ്റുവേഷൻ സംവാട്ട് ഡിഫറെൻ്റ് ആയിരിക്കും. ഐഡിയൽ ബിഹേവിയറിൽ നിന്നും റിയൽ ബിഹേവിയർ വരുമ്പോൾ ദർ ആർ ഡീവിയേഷൻസ് എന്ന് പറയുന്ന പോലെ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസിൽ നമുക്ക് ആ കൺസെപ്റ്റ്, ആ തിയറി എന്ത് ചെയ്യുന്നു, തിയറി അവിടെ ആവശ്യപ്പെടുകയാണ്. എനിക്ക് കുറച്ച് അസംഷൻസ് കൂടെ ഉണ്ടെങ്കിലേ ഈ തിയറി എനിക്കവിടെ പെർഫെക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയും. സോ ആ തിയറിയുടെ ഒരു ബെറ്റർമെൻറ്റിന് വേണ്ടിയിട്ട് തിയറി ഈസ് ബേസ്ഡ് ഓൺ, തിയറി ഫിക്സ് ചെയ്തേക്കുകയാണ്. ദീസ് അസംഷൻസ് ആർ ബേസ്ഡ് ഓൺ അസംഷൻസ് ആണ് തിയറി അവിടെ നിലനിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ കൈനറ്റിക് തിയറി നിലനിൽക്കുന്ന, അല്ലെങ്കിൽ കൈനറ്റിക് തിയറി എന്ന് പറയുന്ന കൺസെപ്റ്റ് ഉദ്ദേശിക്കുന്ന ആരാണോ അവർ കൊണ്ടുവന്നിരിക്കുകയാണ് കുറച്ച് അസംഷൻസ്. അവിടെ പറയുകയാണ് ഇതിൻ്റെ മോളാർ വോളിയം നമുക്ക് കണ്ടെയ്നറിൻ്റെ വോളിയം വെച്ച് നോക്കുമ്പോൾ വി ക്യാൻ നെഗ്ലക്റ്റ് ഇറ്റ്, അതിൻ്റെ വോളിയത്തിനെ കണക്കിലാക്കുന്നില്ല. പക്ഷേ ആക്ച്വലി മോളാർ വോളിയംസ് അവിടെ മോളാർ വോളിയംസ് ഉണ്ട് അല്ലേ, നമുക്കറിയാം ഗ്യാസ് മോളിക്യൂൾസിന് വോളിയംസ് ഉണ്ട്. നമ്മളതിനെ നെഗ്ലക്റ്റ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ ബാക്കിയുള്ള തിയററ്റിക്കൽ പാർട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ അതാണ് നമ്മൾ അസംഷൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇനി അടുത്ത് നമ്മൾ ഇൻ ഡീറ്റെയിൽ നമ്മൾ ഹൈപ്പോത്തസിസിലേക്ക് പോവുകയാണ്. ഹൈപ്പോത്തസിസ് എന്താണെന്നും കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ ക്ലാസ് ഞാൻ നിർത്താം. കാരണം ഇതെല്ലാം ഒരു തരത്തിലുള്ള സയൻറ്റിഫിക് ആയിട്ടുള്ള ടേംസ് ആയതുകൊണ്ട് എല്ലാം കൂടെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആകണ്ട. ഹൈപ്പോത്തസിസ് ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ്. അത് പറയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അസംഷൻസും ഈ പോസ്റ്റ്ലേറ്റ്സും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത്. സോ ഹൈപ്പോത്തസിസ് ഈസ് ഡിഫറെൻറ്റ്. ഇറ്റ് ഈസ് ആൻ എഡ്യൂക്കേറ്റഡ് ഗെസ് ബേസ്ഡ് അപ്പോൺ എക്സ്പെരിമെൻ്റൽ ഒബ്സർവേഷൻസ്. It is a statement that the investigator desires to prove and it simulates the progress of a research work. So, hypothesis can be defined in different ways according to Goudet and Hatt. A hypothesis states what we are looking forward. It's a proposal which may be correct or incorrect. In other words, in words of John Best, hypothesis is a shrewd guess that is formulated and provisionally adopted to explain observed facts. അപ്പോൾ ഇത് നിങ്ങൾ തന്നെ ഈ 1-2 സെൻറ്റൻസുകളൊന്ന് വായിച്ച് മനസ്സിരുത്തുക. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഇതിൻ്റെ കൂടുതൽ ഡിസ്കഷൻസുമായിട്ട് നമുക്ക് മുന്നോട്ട് പോവാം. ഓക്കെ, താങ്ക് യു.